മനുഷ്യന്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ സ്വാഭാവികം മാത്രമാണ്. എപ്പോഴും സുഖങ്ങളല്ല ജീവിതത്തിലുള്ളത്. ദുഃഖങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോഴും പിടിച്ചു നിൽക്കുവാനും താൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ബാക്കി പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുവാനും വിശ്വാസികൾക്ക് സാധിക്കേണ്ടതുണ്ട്. ഞാൻ ഈ അവസരത്തിൽ ഊന്നി പറയുകയാണ്, ഇന്ത്യ ഒരു തെരഞ്ഞെടുപ്പിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾ അതേപോലെ തന്നെ മറ്റു ന്യൂനപക്ഷങ്ങളിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയെ സ്നേഹിക്കുന്ന, ഇന്ത്യയുടെ മതേതരത്വത്തെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന സർവ്വജനങ്ങളെയും വേദനിപ്പിച്ചുകൊണ്ടുള്ള ഫാസിസത്തിന്റെ നരനായാട്ടാണ് രാജ്യത്ത് പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഇന്ത്യയിലെ ഓരോ പൗരനും പ്രത്യേകമായ ഒരു ധാർമ്മികമായ ബോധം അവന്റെ മനസ്സിലുണ്ടാകേണ്ടതുണ്ട്. ഇന്ത്യയെ ആർക്കും അങ്ങനെ അടിയറ വെക്കരുത്. ഇന്ത്യ രാജ്യം അതിന്റെ മതേതരത്വത്തിന്റെ സ്വഭാവത്തോടുകൂടി നിലനിൽക്കുവാൻ ആവശ്യമായത് നമ്മളാലാവുന്നത് നമ്മൾ ചെയ്യണം. അതുകൊണ്ട് ഓരോരുത്തരോടും ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നിൽക്കുന്ന ഈ സമയത്ത് എന്നോടെന്ന പോലെ നിങ്ങളോടെല്ലാവരോടും ഓർമ്മപ്പെടുത്തുവാനുള്ളത്, ചൂണ്ടുവിരൽ കൊണ്ട് ഫാസിസത്തെ നമ്മൾ എതിർത്ത് തോൽപ്പിക്കണം എന്നാണ്. നമുക്കെതിരെ ഇന്ത്യ രാജ്യത്തിന്റെ കൃത്യമായ മതേതരത്വത്തിന്റെ മുഖത്തെ, സമാധാനത്തിന്റെ അന്തരീക്ഷത്തെ തച്ച് തകർക്കുവാൻ വേണ്ടി പണമിടർത്തിയാടുന്ന ഏതൊരു ഫാസിസത്തിന്റെയും അതേപോലെ തന്നെ മാനവികതയുടെയും ശത്രുക്കളുണ്ടോ അവർക്കെതിരെ ചൂണ്ടുവിരൽ ആയുധമാക്കിക്കൊണ്ട് പോരാടണം എന്നാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഒരു സമ്മതിദാനാവകാശവും ആരും പാഴാക്കി കളയരുത്. നമ്മുടെ കൂട്ടത്തിൽ യാത്ര ക്രമീകരിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ പോയി സമ്മതിദാനാവകാശം രേഖപ്പെടുത്തണം. അതല്ലെങ്കിൽ കുടുംബത്തോട് വിളിച്ചുകൊണ്ട് ഒരു വോട്ടും പാഴാകാതിരിക്കുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തണം. നമുക്ക് ചെയ്യാനാകുന്ന സമാധാനപരമായ ഏറ്റവും വലിയ കാര്യം അതാണ്. അത് നമ്മൾ ചെയ്യുകയും സർവശക്തനായ അള്ളാഹുവിനോട് ഏറ്റവും മനം നൊന്തുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക, രാജ്യത്ത് സമാധാനം എന്നൊന്നും നിലനിൽക്കുവാൻ വേണ്ടി. ഇതാണ് ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്.